ഉപ്പ വേഗം എണീച്ച് നടക്കണ്ടേ നമുക്ക്? ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഉപ്പ ഒന്ന് എണീച്ചിരുന്നാൽ മാത്രം മതി. നടന്നിട്ടില്ലെങ്കിലും നമുക്കിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഉപ്പാന്ന് വിളിക്കാൻ അവിടെ ഒരാളുണ്ടായാൽ മാത്രം മതി. കരഞ്ഞ് കണ്ണുനീരൊന്നും ഇല്ലാണ്ടായി. നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാനെ സഹായിക്കണം. എന്റെ ഭർത്താവിനെല്ലാവരും സഹായിക്കണം. വേറൊരു മാർഗം എന്റെ മുന്നിൽ. റബ്ബിനെ ഓർത്ത് നിങ്ങളെ ഞങ്ങളുടെ ഉപ്പയെ സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ അൽ അൻസാർ ഹോസ്പിറ്റലിൽ ബ്രെയിൻ ട്യൂമർ വന്ന് തലയോട്ടി വരെ മാറ്റിവെക്കേണ്ട വളരെ ദയനീയമായ കാഴ്ചയോട് കൂടിയുള്ള ഷംസു എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കൂത്തുപറമ്പ് കണ്ടേരി മാണിക്കോത്ത് വയലിൽ താമസിക്കുന്ന ഷംസു ഖാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സങ്കടാർഹമായ അവസ്ഥയാണ്. കാണാനും നോക്കാനും പറ്റാത്തൊരവസ്ഥ. ഈ മക്കളുടെ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ എന്നോട് തന്നെ സങ്കടപ്പെട്ടു പോയി. ഞങ്ങൾക്കൊരു നല്ല കാലം വരുന്ന സമയത്ത് ഞങ്ങളുടെ പിതാവ് ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കണമെന്നുള്ള വളരെ കൊതിയോടുകൂടി വളരെ വേദനയോടുകൂടി ആ മക്കളുടെ അവസ്ഥകൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ കണ്ടു നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു പ്രിയപ്പെട്ടവരുണ്ടായിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരനെ, ഈ പൊന്നു മക്കൾക്ക് ജീവനോടെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ വിങ്ങലോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കേണ്ട യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ പൊതുസമൂഹമായ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ മക്കളുടെ സങ്കടം കണ്ടപ്പോ, ഈ കുടുംബത്തിന്റെ വേദന കണ്ടപ്പോ സത്യത്തിൽ എന്നോട് തന്നെ വല്ലാതെ വിങ്ങിപ്പോയി. മക്കളുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ അവസാന പ്രതീക്ഷയുമായി വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പൊന്നു മക്കൾക്ക് ചെയ്തു നൽകണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. വേറെ മാർഗമില്ല ഈ പാവങ്ങൾക്ക്. ഇവിടെ യാതൊരു മാർഗവുമില്ലാതെ പട്ടിണി കടന്നിട്ടും മരുന്ന് വാങ്ങി ഈ പ്രിയ സഹോദരന് വേണ്ടിയുള്ള ചികിത്സകളുമായി മുന്നോട്ട് ഇവർ പോകുന്നുണ്ട്. ഇതുവരെയുള്ള ചികിത്സകള് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റും മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയും മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് നന്മ നിറഞ്ഞ പൊതുസമൂഹമായ നിങ്ങളുടെ മുമ്പിൽ അവസാന പ്രതീക്ഷയുമായിട്ട് ഈ കുടുംബം വന്നിട്ടുള്ളത്. നിങ്ങൾ കൂടി കൈവിട്ടാൽ ഈ പ്രിയ സഹോദരന്റെ ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ടാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ മക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഈ പൊന്നു മക്കളുടെ ഉപ്പാനെ ജീവൻ നിലനിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായി കൊടുക്കണേ. നിങ്ങളിലാണ് അവസാന പ്രതീക്ഷ. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ കുടുംബവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉള്ളത്. ഇവരുടെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയോട് ചേർക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഷംസുദ്ദീൻ എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ ചികിത്സാ ധനസഹായ സമാഹരണവുമായി ബന്ധപ്പെട്ടാണ് ഈ നാട് മുഴുവൻ ഒരുമിച്ചിരിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ആ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാട്ടുകാരും വീട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വളരെ വിങ്ങലോടുകൂടി ഒരു സഹായ അഭ്യർത്ഥനയുമായി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളുടെ നാട്ടുകാരനായ ഷംസുദ്ദീൻ എന്ന സഹോദരൻ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്. മൈസൂരിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സയിലായിട്ടുള്ളത്. ആ കുടുംബം അവർക്ക് കഴിയുന്ന രൂപത്തിൽ പരമാവധി ആ സഹോദരൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർ കഴിവിൻ്റെ പരമാവധി സാമ്പത്തികമായും മറ്റെല്ലാ നിലക്കും ആ സുഹൃത്തിനെ പരിചരിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കുടുംബവും വലിയൊരു പ്രയാസത്തിലാണുള്ളത്. നമുക്കറിയാം, പല നിലക്കുള്ള രോഗങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള രോഗം പിടിപെട്ടവരൊക്കെ സഹായിക്കുമ്പോൾ തീർച്ചയായും നമുക്കും അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്നതിന് ആ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കുമ്പോൾ അത് അത്തരത്തിൽ പ്രയാസങ്ങൾ നമുക്ക് വരാതിരിക്കുന്നതിനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ
നമ്മുടെ ഒരു സഹോദരനെ നാം കഴിയുന്ന രൂപത്തിൽ നമുക്ക് എന്തൊക്കെ രൂപത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതുപോലെ ആ സഹോദരനെ സഹായിക്കുകയും മറ്റെന്തെല്ലാം രൂപത്തിൽ നമുക്ക് കഴിയുമോ അതെല്ലാം നാം ചെയ്തു കൊടുക്കണം. മറ്റുള്ളൊരു ആളുകളുടെ പ്രയാസങ്ങൾ നാം അകറ്റി കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രയാസങ്ങൾ അകറ്റിക്കിട്ടാനുള്ളൊരു കാരണം കൂടിയാകും എന്ന് മനസ്സിലാക്കി ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ആ കുടുംബത്തെ സഹായിക്കണം. വട്ടിപ്പുറം മഹലിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ്, നമ്മുടെ മഹലിൻ്റെ ഷംസുദ്ദീൻ എന്ന വ്യക്തി മാരകമായ രോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വ്യക്തിയെ പരമാവധി സഹായം ചെയ്തു തരണമെന്ന് വിനീതത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. എൻ്റെ അയൽവാസിയായ ഷംസുദ്ദീൻ എന്ന വ്യക്തി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിലാണ്. സാമ്പത്തികമായി ഒരുപാട് പരാതികൾ അനുഭവിക്കുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സന്നദ്ധമാണെന്നും അത് ഒരു സ്വാഭാവികമായി നന്നായി സ്വീകരിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരമാവധി സഹായങ്ങൾ എല്ലാവരും ചെയ്ത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായ അപേക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് വളരെ സങ്കടത്തോടു കൂടി ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പടച്ചവനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.